ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ സദ്യ എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളസദ്യയാണ്. ഓരോ വർഷവും വിദേശികളും സ്വദേശികളുമടക്കം ലക്ഷക്കണക്കിന് ആളുകൾ വള്ളസദ്യ കേട്ടറിഞ്ഞ് ആറന്മുളയിലെത്തുന്നു. വെപ്പിലും വിളമ്പിലും വ്യത്യസ്തതയും രുചിപ്പെരുമയിൽ പേരുകേട്ടതുമായ ആറന്മുള വള്ളസദ്യ കൗതുകം കൂടിയാണ്. ഈ വർഷം ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനായാണ് ഭക്തർ സമർപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. ആറന്മുളയിലെ 52 കരകളിലെയും പള്ളിയോടങ്ങൾക്കായി സമർപ്പിക്കുന്ന വഴിപാട് സദ്യകളാണ് ആറന്മുള വള്ളസദ്യ. 44 വിഭവങ്ങളുണ്ട്. 20 വിഭവങ്ങൾ വഞ്ചിപ്പാട്ട് പാടി ചോദിക്കും. മടന്തയിലെ തോരൻ, മോദകം, അട, കദളി, കാലിപ്പഴങ്ങൾ, തേൻ തുടങ്ങിയവ ഇത്തവണ 20 വിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അമ്പലപ്പുഴ പാൽപ്പായസം, അടപ്രഥമൻ, കടലപ്രഥമൻ, പഴം പായസം എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആറന്മുള വള്ളസദ്യയുടെ ഐതിഹ്യം പ്രധാനമായും കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അർജുനൻ പാപവിമുക്തിക്കായി അർപ്പിച്ചതാണ് ഈ വഴിപാട് എന്നതാണ് വിശ്വാസം. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെയും കർണനെയും നിസ്സഹായാവസ്ഥയിൽ വധിച്ചതിലുള്ള പാപത്തിൽ നിന്ന് മോചിതനാകാൻ അർജുനൻ ആറന്മുളയിൽ കൃഷ്ണൻ്റെ പ്രതിഷ്ഠ നടത്തിയെന്നും അന്നു മുതൽ കൃഷ്ണന് വേണ്ടി പാണന്മാരുടെ സഹായത്തോടെ വള്ളസദ്യ നടത്തിവരുന്നു എന്നതുമാണ് പ്രധാന ഐതിഹ്യം. അർജുനൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ആദ്യം കൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിരുന്നു എന്നും പിന്നീട് അത് മഹാവിഷ്ണുവിന് വേണ്ടി പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ വള്ളസദ്യ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വഴിപാടാണെന്നതും ഇതിൽ പല ദേവന്മാരെയും പ്രതിഷ്ഠിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട ഐതിഹ്യമാണ്. ആശ്രിതർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ദേവന്മാർ സന്തോഷിക്കുന്നു എന്നാണ് വിശ്വാസം.